ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ താങ്കൾക്ക് സ്നേഹവന്ദനം. ഇന്ന് മെയ് 7 ഒന്നാമത്തെ വായനാഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. ശേഷം യഹോവയുടെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത്, അപ്പോൾ അത് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു, നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോട് എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തതെന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും, അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായി വിരിക്കും എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ ഈ വചനം എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ ജനം അവിടെ വന്ന ദേശം വിഭജിച്ച് വന്ന ജനം തന്നെയാണത്. അവർ ഇത് ദൂതനത്തിൽ പറഞ്ഞപ്പോൾ അവരെല്ലാവരും കരഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ യോശുവ പറഞ്ഞ അയച്ചനുസരിച്ച് ഈ ജനമെല്ലാം അവരവരുടെ അവകാശത്തിലേക്ക് പോയി. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ എവിടെയാണ്, യോശുവയുടെ പുസ്തകം അവസാനത്തെ ഒരു പാരഗ്രാഫിൽ വായിക്കുന്നത് പോലെ, യോശുവയുടെ കാലത്ത് ഏറെ നാൾ ജീവിച്ച യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ള മൂപ്പന്മാരായ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. അതിൽ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവരുടെ ശേഷം യഹോവയുടെ അതായത് തങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് അവരെ അനുസരിച്ച് നടന്ന ഈ മക്കൾ ആ കാലത്തൊക്കെയും അവർ യഹോവയെ അന്വേഷിച്ച് നടന്നു. ആ വന്ന തലമുറയും മരിച്ചു. ഇപ്പോൾ പുതിയ തലമുറയാണ് അവിടെ ഉള്ളത്. അവരുടെ ശേഷം യഹോവയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ പുതിയ തലമുറ ഇസ്രായേൽ മക്കൾ യഹോവയുടെ അനിഷ്ടമുള്ളത് ചെയ്തു. ബാൽ വിഗ്രഹങ്ങളിൽ ചെന്ന് സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് മറ്റുള്ള ജാതികളുടെ ദേവന്മാരെ അന്യജാതികളിൽ ചെന്ന് നമസ്കരിച്ച് ദൈവത്തെ കോപിപ്പിച്ചു. ഇവിടെ അങ്ങനെ ദൈവത്തെ വിട്ട് അന്യജാതികളുടെ ദേവന്മാരെ അവർ സേവിച്ചപ്പോൾ ചുറ്റുമുള്ള ശത്രുക്കൾക്ക് ദൈവം അവരെ വിറ്റുകളഞ്ഞു. ശത്രുക്കൾ മുൻപാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടായി. അവിടെയാണ് യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. ഇത് പക്ഷേ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് ഇതുവരെ വന്നില്ല. അവിടെ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ അവരുടെ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യ ദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവരെ നമസ്കരിച്ചു. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെ ഇരുന്ന് അവരുടെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. ഇനി വരാൻ പോകുന്ന കാര്യത്തെ ഈ ന്യായാധിപന്മാരുടെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഞാനിത് ആദ്യം തുടങ്ങിയപ്പോഴേ പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ ദൈവം തന്നെ ഇതിനകത്ത് ഈ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രക്ഷിക്കും. അപ്പം ദൈവം അവരോട് അവരുടെ നിലവിളിയൊക്കെ കേൾക്കുമ്പോൾ മനസ്സലിഞ്ഞിട്ട് ആ ന്യായാധിപൻ്റെ പ്രവൃത്തിയാൽ അവർക്ക് വിടുതൽ കൊടുക്കും. ന്യായാധിപൻ മരിച്ച് വീണ്ടും കുറേ നാൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അവർ വീണ്ടും ദൈവത്തിന് ഇഷ്ടമായുള്ളതും അന്യദൈവങ്ങളെ സേവിക്കാൻ പോകും. അപ്പം ദൈവത്തിൻ്റെ കോപം വീണ്ടും അവരുടെ മേൽ വരും. അവർക്ക് ദോഷവും കഷ്ടവും സങ്കടവും ബാധകളും ഒക്കെ വരും. അപ്പോഴിവർ ദൈവത്തോട് വീണ്ടും നിലവിളിക്കും. അപ്പം ഇവിടെ ദൈവൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം ലംഘിച്ച് എൻ്റെ വാക്ക് കേൾക്കായകയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികൾ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല. അപ്പം ഇത് ദൈവം തീരുമാനിച്ച ഒരു കാര്യമാണ്. ദൈവം ഒരു സത്യം അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കുന്ന പോലെ പറഞ്ഞ കാര്യമാണ്. ഇനി അവരുടെ ഇടയിൽ നിന്ന് ഈ ജാതികളെ നീക്കിക്കളയുകയില്ല. അവരെപ്പോഴും ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചില്ല, അവർക്ക് എപ്പോഴും ഒരു മുള്ളായിരിക്കും എന്നുള്ളതാണ്. അവർക്കെപ്പോഴും ഒരു കെണിയായിരിക്കും.
അവർക്ക് വിലാപ്പുറത്ത് ഒരു മുള്ളായിരിക്കും എന്ന് പറഞ്ഞാൽ അതേ കാര്യം തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നത്. യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികൾ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു എന്നുള്ളതാണ് 2-ാം അധ്യായം. അപ്പോൾ ഈ ജനത്തിൻ്റെ സ്വഭാവം മാറി. പുതിയ തലമുറ വന്നപ്പോഴത്തേക്കും, പുതിയ തലമുറ എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന തലമുറ ജീവിച്ചിരുന്ന മക്കളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മക്കളായിരിക്കാം. എന്തായാലും ജനത്തോട് യോശുവയുടെ കാലത്തും ജനത്തോടും ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് യോശുവയുടെ അതിൽ നിന്നും കേട്ട ആ ഒരു പ്രായമുള്ള തലമുറയുണ്ട്. അവർ പോയി എന്നുള്ള കാര്യം ഉറപ്പുള്ളതാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ചാണെന്നാൽ ദൈവം അവർക്ക് കൊടുക്കുന്ന നല്ല കാര്യങ്ങളും അവരുടെ സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ട്. ഇത് നഷ്ടപ്പെടുത്തുവാൻ അവരവർ തന്നെ കാരണക്കാരാവുന്നതാണ്. അത് ഇന്നത്തെ ലോകത്തിലായാലും നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നവരായാലും നമുക്ക് അസമാധാനവും സന്തോഷമില്ലായ്മയും പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മറ്റാരുടെയും കുഴപ്പം കൊണ്ടോ ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. ഇതാണ് നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള വലിയ പ്രധാന കാര്യം. 2-ാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം. ഇവിടെ മിസ്രയീമിൽ ആശ്രയിക്കുന്ന ഇസ്രായേൽ ജനത്തോടാണ് സംസാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും അതിനെ സംബന്ധിച്ച് കണ്ടു. അതിൻ്റെ തുടർച്ചയായിരിക്കും ഇതും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ മിസ്രയീമിലെ കുതിരകളിലും അവരുടെ കുതിരച്ചേവറിലും അവിടുത്തെ അധികാരത്തിലും ഒക്കെ ആശ്രയം വയ്ക്കുന്ന ജനത്തോട് പറയുകയാണ്, അവർക്ക് അയ്യോ കഷ്ടം. അവരോട് പറയണം, അവർ ദൈവമല്ല, മിസ്രയീം ഒരു ദൈവമല്ല, മനുഷ്യരത്രേ. അവരുടെ കുതിരകൾ ആത്മാവല്ല, ജഡമത്രേ. യഹോവ കൈനീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും ചെയ്യും. അവരെല്ലാം ഒരുപോലെ നശിച്ചു പോകും. എന്നാൽ യഹൂദയെ സംബന്ധിച്ച്, യെരൂശലേമിനെ സംബന്ധിച്ച് സിംഹമോ ബാലസിംഹമോ ഇരകണ്ട് മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിൻ്റെ നേരെ വിളിച്ചു കൂട്ടിയാലും അവരുടെ കൂക്കുവിളി കൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ. അപ്പോൾ സിംഹം ബാലസിംഹമൊക്കെ ഈ വരുന്ന ആളുകളുടെ മനുഷ്യരുടെ ഒക്കെ ഇരച്ചിലും ഒക്കെ കേട്ടാൽ അവർ കൂസാതെ ഇരിക്കുന്നത് പോലെ, അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. പക്ഷി ചുറ്റിപ്പറന്ന്, അപ്പം യെരൂശലേമിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ കാത്തുസൂക്ഷിക്കാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നതിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ്? പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ച് ത്യജിച്ച് കളഞ്ഞവൻ്റെ അടുക്കിലേക്ക് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവിൻ, തിരിച്ചു വരുവിൻ എന്ന് ആണ് ഇവിടെ യെശയ്യാ പ്രവാചകൻ ഈ ജനത്തോട് സംസാരിക്കുന്നത്. അന്നാളിൽ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും പൊന്നും കൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ ത്യജിച്ച് കളയും. അപ്പോൾ അങ്ങനെ അവരവരുടെ തെറ്റ് മനസ്സിലാക്കി ആ അന്യദൈവങ്ങളുടെ ബിംബങ്ങളെയൊക്കെ അവർ എറിഞ്ഞു കളയും, അവർ ഉപേക്ഷിക്കും. അപ്പോൾ എന്നിട്ട് അശൂർ പുരുഷൻ്റേതല്ലാത്ത വാളിനാൽ വീഴും. അപ്പോൾ മനുഷ്യൻ്റേതല്ലാത്ത വാളിനാൽ അശൂർ വീഴാൻ പോകുന്നത് ദൈവത്താലാണ് എന്നുള്ളതാണ്. മനുഷ്യൻ്റേതല്ല വാളിനിരയായിത്തീരും. അവർ വാളിന് ഒഴിഞ്ഞ് ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ ഊഴിയ വേലക്കാരായിത്തീരും. എന്നിട്ട് പറയുകയാണ്, സിയോനിൽ, ഇതാരാ പറയുന്നത്? സിയോനിൽ തീയും യെരൂശലേമിൽ ചൂളയുമുള്ള യഹോവയുടെ അരുളപ്പാട്. നമ്മൾ അരിയേൽ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ അരിയേൽ ദൈവത്തിൻ്റെ, യെരൂശലേമിൽ ദൈവത്തിൻ്റെ ചൂളയുമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം യാക്കോബ് എഴുതിയ ലേഖനം. നമ്മൾ യാക്കോബ്, ബൈബിളിലാകെ 4 യാക്കോബിനെ കാണാം. അതിലൊരാൾ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരനായ യാക്കോബാണ്. ആ യാക്കോബാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതാകെ 5 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. ഇത് പ്രധാനമായും വിശ്വാസത്തെ സംബന്ധിച്ചാണ് ഇതിൻ്റെ രേഖ. വെറും അല്ലെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ച് വെറുതെ പറഞ്ഞു പോവുകയല്ല. വിശ്വാസത്തിൻ്റെ എന്താണ് വിശ്വാസമെന്നും വിശ്വാസത്തിൻ്റെ നിലകളെ പറ്റി അതിൻ്റെ ഒരു
ആത്മീകമായ അവസ്ഥയിൽ പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പറയുകയല്ല. പ്രധാനമായും ഇവിടുത്തെ ഉദ്ദേശം ഇത് ദൈനംദിനം തങ്ങളുടെ ദൈവമക്കളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്. അത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അല്ലെങ്കിൽ ബന്ധപ്പെടുത്തി അത്തരം പ്രവൃത്തികൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന വിശ്വാസം എന്നത് പറച്ചിലിലും പുസ്തകത്തിലും പ്രസംഗത്തിലും ആത്മീക ഒരു തലത്തിൽ നിന്ന് അത് കളിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ വിശ്വാസം എന്നത് ദൈനംദിന ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നുള്ളതാണ് യാക്കോബിൻ്റെ ഉപദേശം. അതാണ് അതിൻ്റെ ശരിയും. അതൊരിക്കലും പറഞ്ഞു പോകാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ അത് കാണുന്നവർക്ക് പ്രകടമാകേണ്ടതാണ്. ഇവിടെ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് 1-ാമത്തെ അധ്യായം, ദൈവത്തിൻ്റെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. ആർക്കെഴുതുന്നു? ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. അപ്പോൾ അത് ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈ സന്തോഷം നമ്മൾ ഉണ്ടാകുകയും ആ സന്തോഷം പ്രകടിപ്പിക്കുന്നവരെയും മറ്റുള്ളവർക്ക് അത് കാണുന്നവരുമാകണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് നമുക്ക് നെഗറ്റീവ് ചിന്തകളും പ്രത്യാശയില്ലാത്തവരും പിറുപിറുക്കുന്നവരുമായി ജീവിച്ചാൽ അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എന്ത് ആത്മീക വർധനയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ആദ്യത്തെ 4 വാക്യത്തിനകത്ത് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അവിടെ മറ്റൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ദൈവത്തോട്, അത് ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കണം. ദൈവമേ, എനിക്ക് ജ്ഞാനം കുറവുണ്ട്, എനിക്ക് ജ്ഞാനം തരണമെന്ന്. അത് വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോഴും അങ്ങനല്ലേ. യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. അതവന് ലഭിക്കുമെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അത് ലഭിക്കും. പക്ഷെ അത് എങ്ങനെയാണ് നമ്മളത് യാചിക്കേണ്ടത്? ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് യാചിക്കണോ? ലഭിക്കില്ല എന്ന് വിചാരിച്ചിട്ടില്ല യാചിക്കണം? സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. സംശയിച്ച് കാറ്റടിച്ച് അലയുന്നവൻ എല്ലാം ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെയാണ് തരേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിയണം. ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് അറിയാത്ത കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അപ്പോൾ ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്യണമെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ദൈവരാജ്യം വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടഹിതം തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം, എന്നിട്ട് ആമേൻ പറയണം. അല്ലാതെ നമുക്ക് മനസ്സിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവസാനം ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇപ്പോൾ അനുഗ്രഹിക്കണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നാണോ, അതോ അനുഗ്രഹിക്കണം എന്ന് തന്നെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവിടെ അനുഗ്രഹിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ദൈവം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കുന്നു പറയുന്നതിനകത്ത് ഒരു പ്രായോഗിക ഒരു ശരിയായ ഒരു പ്രാർത്ഥനയുടെ നിരപ്പല്ല. അവിടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാത്തവൻ അല്ലെങ്കിൽ സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അപ്പോൾ കടൽ തിര എങ്ങനെയാണ്? ഇങ്ങോട്ടും വരും അങ്ങോട്ട് പോകും, ഇങ്ങോട്ടും വരും അങ്ങോട്ടും പോകും. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നതാണ്. താഴോട്ട് നമ്മൾ വായിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈനംദിന ജീവിതത്തിൽ പരീക്ഷ അത് വരും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക തലത്തിലല്ല, അത് ഡെയിലി ലൈഫിലാണ് നമ്മളിത് അനുഭവിക്കുന്നത്. ഈ പരീക്ഷ ഏറ്റവും താഴത്തെ ലെവലിൽ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അവിടെ പ്രധാനമായിട്ട് ദൈവം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്, മനസ്സിൽ തോന്നരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവരാകുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആരെയും പരീക്ഷിക്കുന്നതുമില്ല.
ഇനി അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത്, ഇത് എല്ലാവരും മനസ്സിൽ കരുതേണ്ട കാര്യമാണ്. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. രണ്ട് വ്യക്തികളെ നമുക്ക് കാണാം, ആദവും യേശുക്രിസ്തുവും. ആദമിൻ്റെ മുമ്പിലും വന്ന പരീക്ഷ, ഇപ്പം കാണുവാൻ നല്ലത്, അത് എവിടെ ആ പരീക്ഷ വന്നപ്പോഴാണോ അയാൾക്കുള്ളത്? അത് നേരത്തെ തന്നെ അയാളുടെ ഉള്ളിലുള്ളതാണ്. കാണുവാൻ നല്ലത്, കാണുവാൻ നല്ലത്, തിന്മാൻ കൊള്ളാവുന്നത്, അല്ലേ? അപ്പം തിന്മാൻ കൊള്ളാവുന്നത് ഈ ഈ വൃക്ഷഫലം മുമ്പിൽ വന്നപ്പോഴാണോ, അതോ അതിന് മുമ്പേ ഈ തിന്മാനുള്ള ഒരു മോഹം അയാളുടെ ഉള്ളിലുണ്ടോ? അതുപോലെ തന്നെ പ്രതാപം എന്ന് പറയുന്നത് പഴം മുമ്പിൽ വന്നപ്പോഴാണോ ആദവിനുണ്ടായിരുന്നത്? അത് നേരത്തെ അയാളുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പരീക്ഷണ വിധേയമായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ കല്ല്, പക്ഷെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് യേശുക്രിസ്തു. അപ്പോഴേ യേശുക്രിസ്തു ഈ കല്ല് തന്നെ നീ അപ്പമായത്, ഇവിടെ അപ്പമൊന്നുമില്ല, എങ്ങും കിട്ടാനില്ല, വളരെ ദൂരത്തൊക്കെ ഉള്ളൂ, നിനക്ക് വിശക്കുന്നുണ്ട്, നീ ഈ കല്ലിനെ അപ്പമായി എടുത്ത് ഭക്ഷിക്കാൻ പറയുകയാണ്. അപ്പം അവിടെ ആദം ആ കാ പറിച്ച് തിന്ന തനിക്ക് കിട്ടിയ അഹോവ കൊണ്ട് തന്ന വൃക്ഷഫലം തിന്നതുപോലെ ഇവിടെയും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു കല്ലിനെ അപ്പമായി തീരാനുള്ള ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അവിടെ എന്താണ് യേശുക്രിസ്തു പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലും ജീവിക്കുന്നു. അതുപോലെ 2 പരീക്ഷകൾ ആദത്തിന് നേരിട്ട പോലെ 2 പരീക്ഷകൾ യേശുക്രിസ്തുവിന് പിന്നെയും നേരിടുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള മോഹത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പരീക്ഷകളാണെന്നാണ് പറയുന്നത്. അവിടെ പുറത്തുനിന്ന് ഒരു മനുഷ്യനും, ഒരു പിശാചോ, ഒരു സാത്താനോ, പുറത്തുനിന്ന് വേറൊരു വ്യക്തിയോ ഒന്നും ഈ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഈ പ്രലോഭനങ്ങൾക്ക് ഇടയാക്കുന്നില്ല. അവനവൻ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നു എന്നാണ് നമ്മളിവിടെ യാക്കോബ് എഴുതി കണ്ടത്. ഇത് ശരിയുമാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചിട്ടാണോ എന്ന്. മറ്റൊരാൾക്ക് വേറൊരു നന്മ ലഭിക്കുമ്പം അത് കണ്ട് അസൂയപ്പെടുന്നത് നമ്മുടെ ഉള്ളിലെ മോഹത്താലാണ്. ആരെങ്കിലും പുറത്തുനിന്ന് വന്ന ഒരു പിശാചോ സാത്താനോ വേറൊരു മനുഷ്യനോ ദൈവദൂതനോ നമ്മളോട് വന്ന് ചെയ്യുന്ന പരീക്ഷയല്ല, മറിച്ച് അങ്ങനെ ഉണ്ടാകുന്ന അസൂയ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന മോഹത്താൽ ഉണ്ടാകുന്നതാണ്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നവരാകുന്നു. ഒരിക്കലും ദൈവം പരീക്ഷിക്കുന്നു എന്ന് ആരും പറയരുത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. ഇതാണ് ആദത്തിൻ്റെ സമയത്ത് ആദത്തിനുണ്ടായത്, എന്നാൽ യേശുക്രിസ്തുവിൽ സംഭവിക്കാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ മാതൃകകൾ പറയുമ്പോൾ കഴിഞ്ഞ എബ്രായ ലേഖനത്തെ നമ്മൾ ആരുടെ മാതൃകയാണ് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ മാതൃകയാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു മാതൃകയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ മോഹത്തെ സംബന്ധിച്ചും പാപത്തെ സംബന്ധിച്ചും പരീക്ഷയെ സംബന്ധിച്ചും ഒക്കെ ഞാനിവിടെ പറഞ്ഞത്. എന്നിട്ട് നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഈ ജനിക്കപ്പെട്ടത്, ആത്മാവിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജനിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് അവിടെ ആദ്യഫലമാകേണ്ടത്. ഈ ആദ്യഫലമാകേണ്ടതെന്ന് പറയുന്നത് യേശുക്രിസ്തു വരുന്ന സമയത്ത് മരിച്ചവർ ഉയർക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന രൂപാന്തരപ്പെടും. എന്നിട്ട് പറയുന്നുണ്ട് ഈ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ. അപ്പോൾ അതാണ് ഒരുവിധം ആദ്യഫലമാകേണ്ടതെന്ന് പറയുന്നത്. യേശുക്രിസ്തു ആണ് ആദ്യഫലം. യേശുക്രിസ്തു വരുമ്പോഴാണ് ഇനി അവൻ്റെ വരവിങ്കലാണ്. അതും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അവൻ്റെ വരവിങ്കൽ നടക്കുമ്പോഴും അവിടുത്തെ ഒരു ആദ്യഫലം എന്ന തരത്തിൽ ഇവിടെ പറയാണ്, മരിച്ചവരാണ് ആദ്യഫലം, ജീവിച്ചിരുന്ന് രൂപാന്തരം പ്രാപിക്കുന്നത് രണ്ടാമതാണ്. ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പിന്നൊരു കാര്യം പറയുന്നത്, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗവും പറയാൻ താമസവും കോപത്തിന് താമസവും ഉള്ളതായിരിക്കട്ടെ. അപ്പോൾ പലരും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി പറയുന്ന ശീലം നമുക്ക് പലർക്കും ഉണ്ട്. അതല്ല, ഒരാൾ പറയുന്നത് എന്താണെന്ന് മുഴുവൻ പറയാനുള്ള സാഹചര്യവും കൊടുക്കണവർക്ക് അത്
പറയുന്നത് എന്താണെന്ന് വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ മാത്രമേ അതിനൊരു മറുപടി നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കേൾക്കാൻ വേഗതയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. എങ്കിലും വേറൊരു കാര്യം താഴെ പറയുന്നത്, അവിടെ ഒരു മിനിറ്റ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ വചനം കേൾക്കുന്നവനല്ല, മറിച്ച് വചനം ചെയ്യുന്നവനായിരിക്കാനാണ് യാക്കോബിൻ്റെ അതിലെ ഉപദേശം. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കിയിട്ട് നമ്മുടെ കണ്ണാടിയിൽ കണ്ട മുഖം നമ്മൾ മറന്നുപോയാൽ എങ്ങനെ ഇരിക്കും? അപ്പം നമ്മുടെ മുഖം എങ്ങനെയാണ്, നമ്മുടെ രൂപം എങ്ങനെയാണ്, നമ്മുടെ കാഴ്ചയിൽ നമ്മൾ എങ്ങനെ ഇരിക്കും, നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധമുണ്ട്. അതിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. അത് നമ്മളെക്കുറിച്ച് നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നത് മറന്നുപോയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ ചോദിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് മറന്നു പോകുന്നവനല്ല, മറിച്ച് പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനാകും. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലുമായുള്ള ഭക്തിയോ, അതെടുത്ത് പ്രവൃത്തിയാണ് പറയുന്നത്, യഥാർത്ഥ ഭക്തിയോ യഥാർത്ഥ വിശ്വാസമോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. അപ്പോൾ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണും. അങ്ങനെയുള്ള സമയത്ത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഈ കളങ്കം എവിടെ വെച്ച് വേണേലും സംഭവിക്കാം. ആ കളങ്കം പറ്റാതെ സ്വയം കാത്തുകൊള്ളുന്നവരുമായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികൾ എന്നുള്ളതാണ് അവിടെ. അപ്പോൾ ഭക്തരാണ്, മനസ്സുകൊണ്ട് ഭക്തിയുണ്ട്, പക്ഷേ പ്രവൃത്തി കൊണ്ട് തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടവരുമാണ്. പ്രവൃത്തിയിൽ കളങ്കമോ പ്രവൃത്തിയിൽ ദുഷ്പ്രവൃത്തിയോ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളോ വന്നാൽ ആ വിശ്വാസത്തിനൊന്നും ഒരു അർത്ഥവുമില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിനൊന്നും ഒരു മഹിമയോ മേന്മയോ നേട്ടമോ ദൈവസന്നിധിയിലില്ല എന്നുള്ളത് നമുക്കതാണ് ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യം. അപ്പം വിശ്വാസി എന്ന് പറയുമ്പോൾ നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ആരും അറിയണമെന്നില്ല, പക്ഷേ ദൈവം അറിയുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. അപ്പം നമുക്ക് ഭയപ്പെടാൻ ദൈവമാണുള്ളത്. ഭയത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. യേശു ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. വചനം കേൾക്കുകയും വിശ്വാസിയാണെന്നും പറഞ്ഞ് വിശ്വാസത്തിൽ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നതുമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ആ പ്രവൃത്തി വെളിപ്പെടുകയും കാണുന്നവർക്ക് അവനൊരു വിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഒരാളൊരു വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് ആ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാവും. വിശ്വാസി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം, ഫെയ്ത്ത് എന്ന വിശ്വാസമുണ്ട്, വിശ്വസിക്കുന്നവൻ എന്ന വിശ്വാസമുണ്ട്. ഒരുത്തൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ വിശ്വസിക്കുന്നവൻ്റെ പ്രവൃത്തി അവൻ കാണും. അവൻ്റെ പ്രവൃത്തി കണ്ടാൽ മതി അവരൊരു വിശ്വാസിയാണെന്ന് മനസ്സിലാകാൻ. വളരെ എളുപ്പമാണ്. അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ മതി അവൻ്റെ യഥാർത്ഥത്തിൽ വിശ്വാസിയാണെന്ന് മനസ്സിലാക്കാൻ. അതേതാ വചനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ അതൊക്കെ കൃത്യമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ സിറ്റുവേഷൻസിന് അവൻ കൊടുക്കുന്ന മറുപടി, സിറ്റുവേഷൻസിന് അവന് നേരിടുന്ന രീതിയൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണോ അതോ അല്പവിശ്വാസിയാണോ അവിശ്വാസിയാണോ അന്ധവിശ്വാസിയാണോ എന്നൊക്കെ മനസ്സിലാവും. അത് ഈ നമ്മുടെ എബ്രായ ലേഖനം പറഞ്ഞതുപോലെ തന്നെ യാക്കോബിൻ്റെ ലേഖനവും ഈ പുസ്തകത്തിലെ വിശ്വാസിക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്. അത് വിശ്വാസത്തെ സംബന്ധിച്ചും വിശ്വാസ വീരന്മാരെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പിക്ചറും ഒക്കെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണുന്നത് പോലെ ഇവിടെ ദൈനംദിന ജീവിതം എങ്ങനെയാണ് പ്രവർത്തികളാൽ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു എഴുത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ യാക്കോബ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഹിതപ്രകാരം കരുതിയിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ 3 വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.